ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ്റ്റർ ആൻഡ് മിസ്സിസ് സോൾ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും വിഷ് ഹാപ്പി ഓണം. അപ്പോൾ നിങ്ങളുടെ ഓണമൊക്കെ ഇങ്ങനെ ഉണ്ടായി, എല്ലാവരും അടിച്ചു പൊളിച്ചോ? അപ്പോൾ അതേ നമ്മളിന്ന് ഓണമായിട്ട് രാവിലെ തന്നെ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടായി കേട്ടോ. മഴ മാറിയ സമയത്താണ് വേഗം ഒന്ന് അമ്പലത്തിലോട്ട് പോകുന്നത്. അങ്ങനെ അതേ ബബിൾസ് ഓണക്കോടിയൊക്കെ ഇട്ട് ഓടി നടക്കിയാണ്. അങ്ങനെ ഞങ്ങൾ മഴയ്ക്ക് മുന്നേ വേഗം വീട്ടിൽ ചെന്നു. അത് കഴിഞ്ഞ് നമ്മൾ കളൂടാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കളമല്ല, പൂവ് ഇന്നലെയാണ് വാങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചെങ്കിലും ഉത്രാടപ്പാച്ചിലെന്നൊക്കെ പറയണ പോലെ ഞങ്ങൾക്ക് ഇന്നലെ രാവിലെ ഒരു സ്ഥലത്ത് പോകണമായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്ന് ബബ്ലൂസിൻ്റെ ആദ്യത്തെ ഓണല്ലോ, അപ്പോൾ ഉണ്ടോണം എന്നൊക്കെ പറയും, അതാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വേഗം വന്ന്, പിന്നെ ഫുൾ മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ പൂ മേടിക്കാനൊന്നും പോയില്ല. പിന്നെ രാവിലെ എവിടെയെങ്കിലും പോകുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചപ്പോൾ രാവിലെ എല്ലാ പൂവും തീർന്ന് എല്ലാം അടച്ചിട്ട്, പിന്നെ ലാസ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയത് ജമന്തി, മഞ്ഞ കളറും റോസാപ്പൂവും പിന്നെ ഓറഞ്ചും മാത്രമാണ്. അപ്പോൾ അതേ ഞാൻ പോയി ചെതാവരി എടുത്ത് വെക്കുന്നത്. ഞങ്ങൾ അപ്പോൾ ചാർജിപ്പിറ്റിനോട് ചോദിച്ച് നല്ല കളമൊക്കെ കണ്ടുപിടിച്ചൊക്കെ വെച്ചേക്കണമായിരുന്നു സിമ്പിളായിട്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, പൂ കിട്ടിയില്ലല്ലോ, പിന്നെ നമ്മൾ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. അങ്ങനെ ഞങ്ങൾ എന്നിട്ട് ചതാവരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാ. ആ ഓറഞ്ച് പൂവാണെങ്കിൽ കുറച്ചുണ്ടായിരുന്നുള്ളൂ, പിന്നെ മഞ്ഞപ്പൂ ബാക്കിയും വന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവിടെ ഹാപ്പി ഓണമെന്ന് അങ്ങോട്ട് എഴുതി വെക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഇങ്ങനെ മാവേലിക്ക് നമ്മൾ വഴിയിടൂല, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു അതിനേക്കാളും നല്ലത് നമുക്ക് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അടുക്കളയിൽ പണികളിലോട്ട് ഞാൻ കടന്നു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല, കാരണം ബബ്ലൂസ് ഭയങ്കര വെറുതെ കരച്ചിലായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല. ഇന്ന് നമുക്ക് നോണാണ് കേട്ടോ. ഇന്നലെ ഉത്രാടത്തിന് നമ്മൾ ഫുൾ വെജായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ നോണായിരുന്നു. മീൻകറി ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ അച്ചിങ്ങൊലത്തിയത് ഉണ്ടായിരുന്നു, മോരുകറി ഉണ്ടായിരുന്നു, അങ്ങനെ പപ്പടം. അതാണ് ബബ്ലൂസ് ഫേവറേറ്റ്. അങ്ങനെ ഞാൻ കളവിട്ടൊക്കെ കഴിഞ്ഞ് വേഗം ഒന്ന് അടുക്കളയിലോട്ടൊക്കെ പോയി. അത് കഴിഞ്ഞ് അച്ചാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചിങ്ങൊടിക്കാനൊക്കെ ഇരുന്നു കേട്ടോ. അങ്ങനെ അപ്പോഴേക്കും ബബ്ലൂസിനെ പടിഞ്ഞാറയിൽ കൊണ്ടുപോയി ബബ്ലൂസ് അവിടെ ഇരുന്നു. കാരണം ഇന്ന് ഉറക്കം ശരിയാവാതെയാണ് ആളെ എഴുന്നേറ്റത്. അപ്പോൾ അതിൻ്റെ ഒരു മൂശാട്ട് പുള്ളിക്ക് ഉണ്ടായിരുന്നു. ഉറക്കം ശരിയായില്ലെങ്കിൽ ബബ്ലൂസിൻ്റെ അന്നത്തെ ഡേ ഫുള്ള് മാറിയായിരിക്കും. ഇപ്പോൾ ഉച്ചക്കത്തുള്ള ഉറക്കവും വൈകുന്നേരത്തെ ഉറക്കവും അങ്ങനെയൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ പുള്ളി ഫുഡ് കഴിക്കാനും അങ്ങനെ അതേപോലെ കളിച്ച് നടക്കുന്ന ആൾ സ്വഭാവം മാറും കേട്ടോ. അങ്ങനെ ഇലയിലേക്കിട്ട് അമ്മ എല്ലാവർക്കും വിളമ്പി കൊടുത്ത്. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ്, ഞങ്ങളല്ല എല്ലാവരും ഒരുമിച്ചാണല്ലോ നമ്മൾ ഓണത്തിന് ഇരുന്ന് സദ്യ കഴിക്കാം. അപ്പോൾ ബബ്ലൂസിന് പപ്പടം കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ബബ്ലൂസ് ചോറ് തിന്നൂല. ഒരു വിധത്തിൽ ഞാൻ ബബ്ലൂസിനെ കൊണ്ടുപിടി ഇരുത്തി. പക്ഷേ ആൾ ചോറെന്ന് പറയുന്ന സാധനം കൈ കൊണ്ട് വിട്ടിട്ടില്ല. ചോറിൽ കുഴച്ച് പപ്പടം ഇട്ടിട്ടും പപ്പടത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ, അല്ല ചോറിൻ്റെ ഉള്ളിൽ നിന്നാണ് പപ്പടം കുഴച്ച് തിന്നത്. അപ്പോൾ മുത്തു പറഞ്ഞ എന്നാൽ ഞാൻ നിനക്ക് വാരിത്തരാം, നീ ബബ്ലൂസിനെ വാരിക്കൊടുത്തു എന്ന് പറഞ്ഞ്. അങ്ങനെ മുത്തു എനിക്ക് വാരിത്തന്ന ബബ്ലൂസിന് ഞാനും വാരിക്കൊടുത്ത്. പക്ഷേ വാരിക്കൊടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പപ്പടം മാത്രമാണ് പുള്ളി കഴിച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ റെഡിയാവാൻ തീരുമാനിച്ചു. പക്ഷേ തീരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഈ റൂമൊക്കെ ഒന്ന് ഫുള്ള് ക്ലീനാക്കിയിട്ട് പോകണമെന്നുണ്ടായി. കാരണം വരുമ്പോൾ അല്ലെങ്കിൽ ഇതിനേക്കാളും വൃത്തികേടായിട്ട് കിടക്കും റൂം. അപ്പോൾ മര്യാദക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് നാളെ റെസിഡൻസിൻ്റെ പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്തായാലും അങ്ങോട്ട് വരണം. അപ്പോൾ അതിനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് ബബ്ലൂസിനെ, പിന്നെ അറിയാലോ മോംസിനെയൊക്കെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 2 ദിവസമാണ് വീട്ടിൽ പോകണമെങ്കിലും ഒരാഴ്ചത്തെ 1 മാസത്തെ സാധനം കൊണ്ടുകൊണ്ട് വരും അവരുടെ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് ഇത് ബബ്ലൂസിനെ ഇവിടുത്തെ ചാമെടുത്തെടുത്ത് ഓണക്കോടിയാണ്. അങ്ങനെ ബാഗും കെട്ടും കിടക്കേക്ക് എടുത്ത് എല്ലാം സെറ്റാക്കി ഞങ്ങൾ പോണേ കേട്ടോ. ഭാഗ്യത്തിന് ആ സമയത്ത് മഴ ഉണ്ടായില്ല. 4 മണിയെന്ന് പറഞ്ഞത് 4:30 വരാം അമ്മയെന്ന് മുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മനോട്. പക്ഷേ ഞങ്ങൾ എന്നിപ്പോൾ 4:45 അങ്ങനെ ആ സന്തോഷം കൊണ്ട് എല്ലാവരുടെ മുഖത്തുണ്ടാവില്ലേ, ഓണം വെക്കേഷൻ നമ്മൾ വീട്ടിൽ നിൽക്കാൻ പോകില്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഫസ്റ്റ് തന്നെ അമ്മാമ്മ ഞങ്ങൾ എന്നപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെന്നു. പിന്നെ ഞങ്ങൾ ധാവണിയായിരുന്നു അമ്മയൊക്കെ ഓണക്കോടിയായിട്ട് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കത് വെച്ചൊരു ഫോട്ടോഷൂട്ട് എടുക്കണമെന്ന് പൊന്നു വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ റെഡിയായി നിൽക്കണേന്ന് ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെഡി ആവാനായിട്ട് തീരുമാനിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ബബ്ലൂസിനെ മുണ്ടും ഷർട്ടും കൊണ്ടുവന്നിട്ട് ബബ്ലൂസിനെ ഞങ്ങളുടെ കൂടെ ഇരുത്തി റെഡിയാക്കണം, ഞങ്ങളുടെ കൂടെ ഇരുത്തി ഫോട്ടോ എടുക്കണമെന്നൊക്കെ ഇരുന്ന് വിചാരിച്ചിരുന്നത്.
പക്ഷേ എവിടേക്ക് നോക്കിയിട്ടും കാണണില്ല. ഞാൻ എടുത്ത് വെക്കാൻ മറന്നു പോയതാണോ, ഇനി ഞാൻ അലമാരയുടെ ഉള്ളിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് ബാഗിലെടുത്ത് വെക്കാൻ മറന്നതാണോ എന്ന് മറന്നുപോയി. അതിൻ്റെ ഇടയിൽ ഇതേ അമ്മ കൊണ്ടുവന്ന് പായസമൊക്കെ തന്നിട്ടുണ്ടായി. ഇന്ന് ഞങ്ങൾ അവിടെ പായസമൊന്നും ഉണ്ടാക്കിയില്ല, ഇന്നലെ ഇരുന്നുണ്ടാക്കിയത്. അങ്ങനെ ഞങ്ങൾ രണ്ടും കളർ ചേഞ്ചിലുള്ള ധാവണിയാണ് കേട്ടോ. അങ്ങനെ അനിയത്തിയാണ് എനിക്ക് മേക്കപ്പൊക്കെ ചെയ്ത് സെറ്റാക്കി തന്നത്. ഉടുത്തതൊന്നും ശരിയായിട്ടില്ല. ബ്ലൗസ് ഇച്ചിരി ലൂസ് ഉണ്ട്, അതാണ് ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കാത്ത കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഒന്ന് വേഗം ഊരിയിട്ടിട്ട് ഞങ്ങളിതേ അച്ചാമ്മനെ ചാച്ചനെയും കാണാൻ പോയി. ബബ്ലൂസിനെ കുഞ്ഞങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, പൊന്നും പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ ചെന്നപ്പോൾ ബോട്ടിൽ കയറി തമിഴന്മാരോടൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു കേട്ടോ ബബ്ലൂസ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ചെന്നപ്പോൾ തന്നെ അച്ചാച്ചൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അച്ചാമ്മ വിളക്കൊക്കെ കത്തിക്കുകയായിരുന്നു. അങ്ങനെ അച്ചാച്ചനോടും വിശേഷമൊക്കെ പറഞ്ഞങ്ങനെ ഇരുന്നിട്ടാ. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ അപ്പോൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ അടുത്തോട്ട് വരാനായിട്ട് കുറച്ചധികം നേരമില്ല എന്നെ കണ്ടിട്ട്. അപ്പോൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി വരാനായിട്ട് അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഒരാൾ. അത് കഴിഞ്ഞ് വന്നത് തമ്പായനെ കണ്ട് പുള്ളി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തേ. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു. കാരണം നമ്മൾ ഇപ്പം അമ്മയും പൊന്നും എല്ലാവരും കൂടി കണ്ടിട്ട് കുറച്ചധികം നാളായല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ചോറ് കഴിച്ച് ഉച്ചക്ക് ഇവിടെ വെജായിരുന്നു. അപ്പോൾ നമ്മൾ വന്നതിന് പ്രമാണിച്ച് ചിക്കൻ വറുത്തതുണ്ടായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക.